നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ നിങ്ങളാരും മറന്നുപോയി കാണത്തില്ലല്ലോ. അത്ര പെട്ടെന്നൊന്നും ആ ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. കാരണം അന്ന് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട കോളിളക്കമൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറന്നു പോകത്തില്ലല്ലോ. ആ കോളിളക്കങ്ങൾ ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും അതൊക്കെ തീർന്നു കാണും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങ് കെട്ടടങ്ങും. അങ്ങനൊന്നും അല്ല. പിന്നെയും പിന്നെയും അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലുകാർക്ക് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാട്ടിൽ ത്വര എന്ത് റിപ്പോർട്ട് ചെയ്യാനാണെന്ന് അറിയാമോ? പരസ്യം റിപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പൊ കാശ് വാങ്ങി പരസ്യം വരെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്തു കൊടുക്കാൻ പോലും ഇപ്പൊ ന്യൂസ് ചാനലുകൾ തയ്യാറാണ്. എന്തുമാത്രം അധപ്പതിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ മറന്നു കടന്ന ഗോപൻ സ്വാമിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ന്യൂസ് ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ കാണാം. സമാധി വിവാദം ഉണ്ടായിട്ട് 6 മാസം പിന്നിടുന്നു. 6 മാസങ്ങൾക്കിപ്പുറം ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മളിവിടേക്ക് എത്തുന്നത്. ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന, മക്കളായ രാജസേനൻ, സനന്ദൻ, അവർ എല്ലാവരും നമ്മളോടൊപ്പം വരികയാണ്. ഓക്കെ, ഇത് എന്നാണ്? അതായത് നമ്മുടെ അച്ഛൻ സമാധിയായി 41-നാണ് ഇത് ചടങ്ങ്. യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ 41-ആണ്. അപ്പൊ ആ 41 ആയപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോടെ തന്നെ. അപ്പം മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രി ആയിരുന്നു. അന്ന് നമുക്ക് അന്നത്തെ സാഹചര്യവും അന്ന് ഒത്തില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മയിലാടിയിൽ നിന്ന് നമ്മളത് ഓർഡർ ചെയ്ത് അത് വരികയും ചെയ്തു. അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ്, ഒരു മനുഷ്യനായിരുന്നു, ദൈവമല്ല. ഗോപൻ സ്വാമിയുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയതാ ന്യൂസ് ചാനലുകൾ. പക്ഷെ ആ തിരിഞ്ഞുനോട്ടം അങ്ങനെ ശരിയായില്ല. നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് വേണം തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. പിന്നെ ഒന്നും കൂടി ഗോപൻ സ്വാമിയുടെ കാര്യം പറഞ്ഞ് ആൾക്കാരെ ഓർമ്മപ്പെടുത്തി. അവിടെ ഇപ്പോൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ആൾക്കാർ അവിടേക്ക് ചെല്ലണ്ടായോ? ഭക്തജനങ്ങൾ ചെല്ലണ്ടായോ? അതായത് ഈ ഗോപൻ സ്വാമിയാണ് ആ ശിവലിംഗത്തിലേക്ക് ആവാഹിച്ചത്. എൻ്റെ പൊന്നു ദൈവമേ, ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ശരിയായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും നിങ്ങൾക്കറിയാമോ? ശരിയായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സ് വേദനിക്കും. അതായത് ഒരു സംസ്കാരത്തെ തന്നെയാണ് ഇവർ ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്കാരത്തെ തന്നെയാണ് ഇവർ ഈ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കുറെ ആൾക്കാർ എൻ്റെ കമന്റ് സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം, അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്തോട്ടെ, അവരുടെ അച്ഛൻ അവർ ദൈവമായിട്ട് കാണുന്നെങ്കിൽ കണ്ടോട്ടെ, അവർ പൂജിക്കുന്നെങ്കിൽ പൂജിച്ചോട്ടെ, അവർ പൂജിക്കുന്നതിൽ പൂജിച്ചോട്ടെ, അവർ ദൈവമായിട്ട് കാണുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ഒരു ശിവലിംഗം എടുത്തു വെച്ച് ആ ശിവലിംഗത്തിലേക്ക് ആവാഹിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ശിവലിംഗം എൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ എന്തുമാത്രം വിശ്വാസികളുടെ മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. ഒരു സംസ്കാരത്തെ തന്നെയാണ് അവിടെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംസ്കാരത്തെ. അത് കാണുമ്പോൾ നമുക്ക് മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. ഇത് കാണുമ്പോൾ മറ്റുള്ള മതസ്ഥരാണെങ്കിലും ആലോചിക്കുന്നത് എന്താണ്? അയ്യേ, കണ്ടില്ലേ എന്തൊരു കോമാളിത്തരമാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് അല്ല ഇവര് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾക്കും കൂടി പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ? അതെ, അങ്ങനെ ഒരു കാര്യമായിട്ടും പിന്നെ അവിടേക്ക് പോയിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ, ഇത് ന്യൂസ് അല്ല കേട്ടോ, പരസ്യം, അങ്ങനെ തന്നെ പറയണം, പരസ്യമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമല്ല. അപ്പം മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം, തപസ്, ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന, ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപൻ സ്വാമി എന്റെ അച്ഛനും ആയി കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തികമൊക്കെ? എത്രയധികം സാമ്പത്തികം? അത് തന്നെ, സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു, ഞാനത് വാർത്തയിലൊക്കെ നമ്മളെ കൊണ്ടുവന്നു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് എത്ര എങ്ങനെയാ ഇത് വെളിപ്പെടുത്തുന്നത്? അങ്ങനെ ഭഗവാന് സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വില പേശാൻ പാടില്ല. കുറച്ചധികം പൈസ ആയില്ലേ ഇങ്ങനെ? അത് പറയാൻ പാടില്ല. അതായത് ഈശ്വരന് സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വില പേശാൻ പാടില്ല എന്ന് കാണിക്കുകയാണ്. അത് സമർപ്പണമാണ്. അത് സമർപ്പണം. അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു. ആരെന്ത് തന്നെ നമ്മളെ ആക്ഷേപിച്ചാലും ശരി, എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി, സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും. അത് ധർമ്മം ജയിക്കുക തന്നെ ചെയ്തു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ടായി. അവിടെ ഇപ്പൊ വലിയ ആൾക്കാരൊന്നും ചെല്ലുന്നില്ല.
അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല. ഇവർ വിചാരിച്ചു ഇങ്ങനൊരു സംഭവം പബ്ലിസിറ്റി നേടിയെടുക്കുന്നതോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരും, അതൊരു വലിയ ക്ഷേത്രമായിട്ട് മാറ്റാം, അത് വലിയൊരു ആരാധനാലയമായിട്ട് മാറ്റാം, ഒത്തിരി ഭക്തജനങ്ങൾ വരും, അതിലൂടെ ഒത്തിരി പൈസ ഉണ്ടാക്കാമെന്ന് ഇവർ വിചാരിച്ചു. അങ്ങനെയാണല്ലോ ഇവർ ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ചത്. പക്ഷെ ഇതുവരെ ഏതായാലും അവിടേക്ക് അധികം ആൾക്കാരൊന്നും ചെല്ലുന്നില്ല. 1-2 ആൾക്കാർ ചെല്ലുന്നുണ്ടാകും, അത് സ്വാഭാവികമാണ്. അന്ന് ഈ വാർത്ത അവസാനിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് ഞങ്ങൾ പന്തലിടാൻ പോവുകയാണ്, ഇതിന് ചുറ്റും പന്തലിടും, ഇതിന് ചുറ്റും ഷെഡ് കെട്ടും, ഇതിന് ചുറ്റും അമ്പലം പണിയും. ഏതായാലും അതൊന്നും നടന്നിട്ടില്ല. അവിടെ ഒരു ഈച്ച പോലും കയറുന്നില്ലെന്നാണ് ആ ഒരു പരിസരം കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. സന്തോഷം, ആൾക്കാർക്ക് വിവരം വെച്ചിട്ടുണ്ട്, ആൾക്കാർ അധികം പൊട്ടന്മാരായി മാറിയിട്ടില്ല. കേരളം ഒരു ഭ്രാന്താലയം തന്നെയാണ്. ആ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ വീടാണ്, നമ്മളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ അച്ഛനാണ്. വിളക്ക് കത്തിക്കാം, പൂജിക്കാം, പ്രാർത്ഥിക്കാം, മന്ത്രങ്ങൾ ചൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പബ്ലിക് അത് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. അത് പബ്ലിക്കിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശം തന്നെയാണ്. അങ്ങനെ ഒരു തെറ്റായ സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യും. അന്ന് ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തതാണ്. അവസാനം റിയാക്ട് ചെയ്തവർക്കായിരുന്നു പ്രശ്നം. ഇവർ ഈ കാണിക്കുന്നതൊന്നും പ്രശ്നമല്ല, ഇവർ ഈ കാണിക്കുന്ന പൊട്ടത്തരങ്ങളൊന്നും തന്നെ പ്രശ്നമല്ല. ശിവലിംഗത്തിലേക്ക് ആവാഹിച്ചു. ആവാഹിക്കാൻ എന്തിരിക്കുന്നു? എനർജി ഇരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഇതിന്റെ സയന്റിഫിക്കലായിട്ടുള്ള വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെ ശരീരത്തുള്ളത് എനർജിയാണ് എന്ന് പറയും. സയന്റിഫിക്കലി പഠിച്ചവർക്കറിയാം, എനർജിയാണ്, എല്ലാം എനർജിയാണ്. നമ്മൾ കഴിയുന്നതോടുകൂടിയിട്ട്, നമ്മൾ തീരുന്നതോടുകൂടിയിട്ട് ആ എനർജി ഡിസ്പേഴ്സ് ആയിപ്പോവും, നമ്മളുടെ ഈ ഒരു പ്രകൃതിയിലേക്ക് ഡിസ്പേഴ്സ് ആയിപ്പോവും. അത് വേറൊരു ഫോമിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് മാറും. ഇങ്ങനെയാണ് സംഭവം. ഇത് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, ഒരു കോൺഷ്യസ്നെസ്സും ഇല്ല. നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളമേ ഉള്ളൂ നമുക്ക് കോൺഷ്യസ്നെസ്. ഈ സോൾ എന്ന് പറയുന്ന സംഭവം അതാണ്. അതിനുശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യത്തെ വെച്ചിട്ടാണ് ഇവര് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ആൾക്കാരോട് പറയുന്നു പൈസ കൊണ്ടെത്താ, അതാണ് ലക്ഷ്യം, വേറൊന്നും അല്ല. നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അത് ഉപദേവതകളെ അവിടെ പ്രതിഷ്ഠിക്കണം. അത് പോയിട്ട് ഇത് അതിനകത്ത് കൂട്ടുപരയില്ല. അപ്പം ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും 2 നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത്. അത് ഭഗവാന്റെ കൃപാലം നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാർ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം, ഞങ്ങൾ സഹകരിക്കാം. അവർ വന്നാണ് ഈ ടാർപ്പെല്ലാം ഒക്കെ വലിക്കാനും ഇരിക്കാനും കസേരകളൊക്കെ ഇട്ട് കമ്മിറ്റി കൂടുന്നത്. പൈസ കിട്ടിയാൽ മാറ്റണം. സുരേഷ് ഗോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ഇവരെക്കാട്ടിൽ കൂടുതൽ ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സത്യമാണ്, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ദയവ് ചെയ്ത് നമ്മൾ ഈ സമൂഹത്തിന് ദ്രോഹമുള്ള ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമുക്ക് വിശ്വാസങ്ങളൊക്കെ വേണം, പക്ഷെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂഷണമാണ്. ആ ചൂഷണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചൂഷണം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം, അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ പറയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാര്യം സാധിക്കും. ഇതൊക്കെ ഒരു പ്ലേസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ഈ ചരട് കെട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കള്ളസന്യാസിമാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു എന്ന് കുറച്ച് ആൾക്കാർ പറയും. ഈ ശരിയായി എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതെന്താണെന്നറിയാമോ? അത് നമ്മുടെ മൈൻഡിന്റെ പവറാണ്. നമ്മൾ ഭയങ്കര വിശ്വാസത്തോടു കൂടിയിട്ട് എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ്ഫുൾ ആകും. അല്ലാതെ ഇതുപോലുള്ള കള്ള സന്യാസിമാരുടെയോ അല്ലെങ്കിൽ കള്ള ദൈവങ്ങളുടെയോ പവർ കൊണ്ടല്ല, അത് നമ്മുടെ മൈൻഡിന്റെ പവർ കൊണ്ടാണ് അത് സക്സസ്ഫുൾ ആകുന്നത്. അപ്പൊ കുറച്ച് ആൾക്കാർ പറയും എനിക്കിവിടെ വന്നപ്പോൾ കാര്യം സാധിച്ചു. അത് കേൾക്കുന്ന ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി ആൾക്കാർ അങ്ങോട്ടേക്ക് ഓടും പൈസയും കൊണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയാകും. ഇവിടെ ആ അമ്മ പറയുന്ന കേട്ടില്ലേ, പൈസ ഇനി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ഷെഡൊക്കെ പണിയും, ഇപ്പൊ പശുവിന്റെ പാല് വിറ്റിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാരോട് ആവശ്യപ്പെടുവാണ്, ഞങ്ങൾക്ക് പൈസ കൊണ്ടുത്താ, ഞങ്ങൾ അമ്പലം പണിയും, ഞങ്ങൾ ഉത്സവം നടത്തും. അതുവരെ എത്തി. ആനയൊക്കെ വെച്ചിട്ട് എഴുന്നള്ളിക്കും, ഉത്സവം വരെ നടത്തും എന്നുള്ള ലെവൽ വരെ അവരെത്തി. അത്രയും ലെവൽ വരെ അവർ ചിന്തിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇവർ പരസ്യമാണ് ചെയ്തത്. അത് പരസ്യം തന്നെയാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ പരസ്യം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകാരൊക്കെ പോയി പരസ്യം ചെയ്യുമോ? ഇപ്പൊ വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദാരിദ്ര്യം വന്നതുകൊണ്ടാണോ ഇവരുടെയൊക്കെ പരസ്യം ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്തത്. പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്കൊക്കെ.